ഇതൊരു സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മഷ്റൂം കറിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പിന്നെ എല്ലാത്തരം അപ്പങ്ങൾക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 10 കശുവണ്ടി അതിനായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളമാണെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അതുപോലെ തന്നെ ഒരു 250 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്കിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ 2 സവാള വളരെ നേരിയതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നല്ലതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. 2 സവാള മുഴുവനായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് അരക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റ് റെഡിയാക്കണം. ഞാനിവിടെ ഒരു 4-5 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ഒരു വലുപ്പത്തിൽ, പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് 3ഉം കൂടി ഇവിടെ ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന മഷ്റൂമിലോട്ട് നമ്മുടെ അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് ഒരു 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മഷ്റൂമിലേക്ക് മസാലയൊക്കെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സവാള ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം, ഒരു ബേ ലീഫ്, പിന്നെ ഒരു കറുത്ത ഏലക്കായ്. കറുത്ത ഏലക്കായ് ഇല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള ഏലക്കായ് ചേർത്താൽ മതി. പിന്നെ ഒരു 3 ഗ്രാമ്പു, ഒരു തക്കോലം, പിന്നെ 2 പട്ട, ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ചൂടാക്കാം. അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഉണ്ടല്ലോ, അത് എല്ലാം കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ 1-2 മിനിറ്റ് അങ്ങ് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റെങ്കിലും കുറഞ്ഞത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം ഒന്ന് നിരത്തി വെച്ചിട്ട് നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതങ്ങ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മഷ്റൂമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ കറിയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവി ഉണ്ട് കേട്ടോ ഇതിൽ. ഇത്രയും ഒരു തിക്നെസ്സോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മഷ്റൂം കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് പ്രത്യേകിച്ച് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്